തൃണമൂലിനെ അസോസിയേറ്റ് അംഗമാക്കാമെന്ന് UDF. അസോസിയേറ്റ് അംഗമാക്കാമെന്ന UDF നിർദ്ദേശം PV അൻവർ തള്ളുകയാണ്. UDF-ൽ സ്ഥിരാംഗത്വം വേണമെന്ന കടുത്ത നിലപാടിലാണ് PV അൻവർ. അസോസിയേറ്റ് അംഗമാക്കാമെന്ന തീരുമാനം അൻവറിനെ അറിയിച്ചുവെന്ന് UDF കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞു. അൻവർ UDF സ്ഥാനാർത്ഥിയെ മോശമായി ചിത്രീകരിച്ചു. സ്ഥാനാർത്ഥിക്കെതിരായ പരാമർശം അൻവർ പിൻവലിച്ചാൽ അസോസിയേറ്റ് അംഗമാക്കാമെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി സീനിയർ അനുമോദ് ചേരുന്നു. അനുമോദ്, PV അൻവർ ആദ്യം നാളെ പറയാം, UDF-ന്റെ ധാരണ എന്താണെന്ന് അറിയട്ടെ എന്നുള്ള നിലപാടിലായിരുന്നു. അപ്പോഴാണല്ലോ ധാരണ എത്തുന്നത്. അസോസിയേറ്റ് അംഗമാക്കാം എങ്ങനെ? UDF സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ മാത്രം. അപ്പോൾ അൻവറിന്റെ പ്രതികരണം ഏതു തരത്തിലായിരുന്നു? എൽദോ, ഇക്കാര്യത്തിൽ UDF മുന്നോട്ട് വയ്ക്കുന്ന അസോസിയേറ്റ് അംഗം എന്ന വാഗ്ദാനം അല്ലെങ്കിൽ ആ ഒരു ഓഫർ അൻവർ അംഗീകരിക്കുന്നില്ല. ഇനി ഘടകകക്ഷിയാക്കാതെ ഒരു തരത്തിലും തെരഞ്ഞെടുപ്പിൽ UDF-മായി സഹകരിക്കില്ല എന്ന കടുത്ത നിലപാടിൽ തന്നെയാണ് PV അൻവർ. പക്ഷെ ഇന്നൊരു പരസ്യ പ്രതികരണത്തിനില്ല. ചില ചർച്ചകൾ കൂടി നടക്കുന്നുണ്ട്, ആ ശ്രമങ്ങൾ തുടരുന്നുണ്ട്. അതിനെല്ലാം ശേഷം നാളെ രാവിലെ 9 മണിക്ക് ഇക്കാര്യത്തിൽ പരസ്യ പ്രതികരണം നടത്തും. ഇക്കാര്യത്തിൽ ഒരു പരസ്യ പ്രഖ്യാപനം നടത്തുമെന്നാണ് അൻവർ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ തന്നെ ഈ അസോസിയേറ്റ് മെമ്പർ ആക്കാമെന്ന വാഗ്ദാനത്തോട് ഈ ഒരു വിവാദങ്ങൾ തുടങ്ങിയ സമയം മുതൽ അൻവർ നിലപാട് അത് പറ്റില്ല, ഘടകകക്ഷിയാക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരുന്നതാണ്. മാത്രമല്ല, ഇക്കാര്യത്തിൽ അൻവറിന്റെ നിലപാടിൽ അൻവർ മാറ്റം വരുത്താനും തയ്യാറാകുന്നില്ല. ആദ്യം അൻവർ പറഞ്ഞിരുന്നത് ഈ ഒരു പ്രസ്താവന അസോസിയേറ്റ് അംഗമാക്കിക്കൊണ്ടുള്ള പരസ്യ പ്രസ്താവന നടത്തട്ടെ എന്നായിരുന്നു. പക്ഷെ അത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും അത്തരത്തിലുള്ള നീക്കം ഉണ്ടായില്ല. തുടർന്ന് ഈ വിവാദങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷമാണ് ചർച്ച നടക്കുന്നതും ഒടുവിൽ അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ള തീരുമാനമെത്തുന്നത്. അപ്പോഴേക്കും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല, ഘടകകക്ഷിയാക്കിയേ തീരൂ. എന്നാൽ മാത്രമേ ഇനി ഈ പരസ്യ പിന്തുണ UDF-ന് സ്ഥാനാർത്ഥിക്ക് നൽകൂ എന്ന നിലപാടിലേക്ക് അൻവർ എത്തിയിരിക്കുന്നത്. ഇതിൽ ഇനി മാറ്റം വരാനുള്ള സാധ്യതകൾ കുറവാണ് എന്ന് അൻവർ തന്നെ പറയുന്നു. രാത്രി ഒരു ഉന്നത നേതാക്കളുമായിട്ടുള്ള ചില ചർച്ചകൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. ഒരുപക്ഷെ എല്ലാ ശ്രമങ്ങളും UDF-ന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഘടകകക്ഷി എന്ന അൻവറിന്റെ ആവശ്യത്തോട് UDF-ലെ നേതാക്കൾ അനുകൂലമായിട്ടല്ല ഇതുവരെ പ്രതികരിച്ചിരിക്കുന്നത്. ഈ അൻവറിനെ UDF-ന്റെ ഒപ്പം നിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന UDF-ലെ ഉന്നത നേതാക്കൾ പോലും ഈ ഒരു കാര്യത്തോട് അനുകൂലമായിട്ടല്ല പ്രതികരിച്ചിരിക്കുന്നതിനാൽ അൻവർ UDF-മായി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ സഹകരിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അങ്ങനെ UDF-ന് ഒപ്പമില്ലെങ്കിൽ അൻവർ പിന്നീട് സ്വതന്ത്രനായി മത്സരിക്കുമോ എന്ന ചോദ്യമാണ് വരുന്നത്. അതിനുള്ള സാധ്യതകളും തുറന്നിട്ട് തന്നെയാണ് അൻവർ ഇപ്പോഴും ഈ ചർച്ചകളിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ അൻവറിന്റെ പ്രതികരണം നാളെ പ്രതീക്ഷിക്കല്ലേ? രാവിലെ 9 മണിക്ക് അദ്ദേഹം മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യത്തിലുള്ള നിലപാട് പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുവരേക്കും അസോസിയേറ്റ് അംഗം എന്ന വാഗ്ദാനത്തോട് അത് സ്വീകരിക്കാനാകില്ല എന്ന നിലപാടിൽ തന്നെയാണ് അൻവർ. പക്ഷേ അവസാനവട്ട ചില ശ്രമങ്ങൾ കൂടി പൂർത്തീകരിക്കാനുണ്ട്. അതിനുശേഷം ഇക്കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് അൻവർ നേരത്തെ അറിയിച്ചത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നു. അനീഷ്, ഈ UDF യോഗം അത് ചേർന്ന് കഴിഞ്ഞ് തൊട്ട് മുമ്പാണ്. അപ്പോൾ അതിൽ എടുത്ത നിലപാട് UDF-ഉം ഒട്ടും അയയാൻ തയ്യാറാകുന്നില്ല. കൃത്യമായും അൻവർ സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാൽ, ആര്യടൻ ഷൗക്കത്തിന് പിന്തുണ പൂർണ്ണമായിട്ടും നൽകിയാൽ അസോസിയേറ്റ് അംഗമാക്കാമെന്നുള്ളതാണ്. അവിടെയും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ അങ്ങനത്തെ ഒരു സാധ്യത വേണ്ട, അല്ലെങ്കിൽ അത്തരത്തിലൊരു ആലോചന വേണ്ട എന്നുള്ള ഉറച്ച നിലപാടിലായിരുന്നു UDF. UDF-ന്റെ വാഗ്ദാനം തള്ളുകയാണ് PV അൻവർ. UDF-ൽ സ്ഥിരാംഗത്വം വേണമെന്നുള്ളതാണ് അൻവറിന്റെ നിലപാട്. പക്ഷേ അവിടെ UDF-ന്റെ നിലപാട് നേരെ മറിച്ചാണ്. അൻവറിന് അസോസിയേറ്റ് അംഗത്വം നൽകാം, അവിടെ ഒരു നിബന്ധനയുണ്ട്. വളരെ കൃത്യമായി ആര്യടൻ ഷൗക്കത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകണം. പൂർണ്ണമായിട്ടും ആര്യടൻ ഷൗക്കത്തിനെ സപ്പോർട്ട് ചെയ്ത് അംഗീകരിച്ച് UDF സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ അൻവർ പ്രഖ്യാപനം നടത്തണം. എന്നാൽ മാത്രം അസോസിയേറ്റ് അംഗം എന്നുള്ള സ്ഥാനം നൽകാമെന്നുള്ളതാണ് UDF-ലെ ധാരണ. അത് എത്രത്തോളം PV അൻവറിനെ അനുനയിപ്പിക്കാൻ കഴിയുമെന്നുള്ളതാണ് അറിയേണ്ടത്. PV അൻവർ സഹകരിക്കണമെന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാൻ UDF-ഉം തയ്യാറല്ല. ഘടകകക്ഷിയാക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തുക എന്നുള്ളത് UDF-ലും ആലോചനയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അടൂർ പ്രകാശ്,
UDF കൺവീനർ PV അൻവറുമായി സംസാരിക്കും, ഇക്കാര്യങ്ങൾ ധരിപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ രാവിലെ 9 മണിക്ക് PV അൻവർ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും. അപ്പോൾ വ്യക്തമാകും PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതിൽ ഒരു വ്യക്തത വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. UDFിൽ സ്ഥിരാംഗത്വം വേണമെന്നുള്ള PV അൻവറുടെ ആവശ്യത്തോട് അത്രമാത്രം അനുകൂല നിലപാടല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. നിലമ്പൂരിലെ രാഷ്ട്രീയ രംഗം, അവിടുത്തെ അംഗം മുറുകുകയാണ് പൂർണ്ണമായിട്ടും. അത് UDFിനും വലിയ തോതിൽ തലവേദനയാണ്. ഇന്നാണ് LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. ആ ദിവസം തന്നെ UDFിന് അൻവറിനെ അനുനയിപ്പിച്ച് നിർത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. PV അൻവർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. സ്ഥിരാംഗത്വം വേണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. പക്ഷേ UDFിൽ അത്തരത്തിലൊരു ധാരണയിലേക്ക് എത്താൻ കഴിയുന്നില്ല. മുസ്ലിം ലീഗ് വലിയ തോതിൽ PV അൻവറിനെ ഉൾപ്പെടുത്തണമെന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തിയതായിരുന്നു. പക്ഷേ അതിനുമപ്പുറത്തേക്ക് UDFിൽ ഒരു പൊതുധാരണയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. തൊട്ടു മുമ്പായിരുന്നു UDFിന്റെ യോഗം പൂർത്തിയായത്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ UDFിൽ ഉണ്ടായ പൊതു വികാരം എന്താണ്? PV അൻവറിനെ സ്ഥിരാംഗത്വം നൽകേണ്ട, അത് അസോസിയേറ്റ് ആക്കിയാൽ മാത്രം മതി എന്നുള്ള ഒരു ഏകകണ്ഠമായിട്ടുള്ള തീരുമാനത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങിയത്? എൽദോ തൽക്കാലം അസോസിയേറ്റ് അംഗമായി മുന്നണിയിൽ ഉൾപ്പെടുത്തുക, അതിനുശേഷം കുറച്ചുനാൾ കഴിയുമ്പോൾ, അതായത് അൻവർ UDF മുന്നണിയോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്നു, ആര്യാടൻ ഷൗക്കത്തിന്റെ വിജയം ഉറപ്പാക്കുന്നു, അങ്ങനെ ഒരു ബന്ധം ദൃഢമാക്കിയ ശേഷം ഒരു സ്ഥിരം ഘടകകക്ഷി എന്ന രീതിയിലേക്ക് മാറ്റിയാൽ മതിയെന്ന പൊതുവികാരമാണ് UDF യോഗത്തിൽ ഉണ്ടായത്. കാരണം ഈ അൻവർ പലപ്പോഴും പ്രവചനാതീതമായ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ആളാണ്. അൻവറിന്റെ ഭാഷയിൽ തന്നെ ഔട്ട്സ്പോക്കണായ ഒരാളാണ്. അതുകൊണ്ട് കാര്യങ്ങൾ വിലയിരുത്തിയ ശേഷം എത്രമാത്രം മാറ്റങ്ങൾ വരുന്നു എന്നതനുസരിച്ച് മാത്രമേ സ്ഥിരാംഗം ആക്കാൻ കഴിയൂ എന്ന നിലപാടിൽ തന്നെയാണ് UDF ഉള്ളത്. കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി VD സതീശനെതിരെയും UDFിനെതിരെയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ഈ അണികളിലൊക്കെ വലിയ വിമർശനങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. സമൂഹ മാധ്യമങ്ങളിലടക്കം കോൺഗ്രസിന്റെ ശക്തരായ അണികൾ പോലും അൻവറിനെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് പ്രവർത്തകരുടെ വികാരം പരിഗണിക്കാതെ വളരെ പെട്ടെന്നൊരു ഘടകകക്ഷിയായി എടുത്താൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന ഒരു വിലയിരുത്തലാണ് കോൺഗ്രസിനും UDFിലെ മറ്റു കക്ഷികൾക്കുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അസോസിയേറ്റ് അംഗമായി നിർത്തുക, അതിനുശേഷം ഘടകകക്ഷിയായി മാറ്റുക എന്നൊരു നിലപാടിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യം നേരത്തെ KPCC പ്രസിഡന്റും ഭാഗികമായി സമ്മതിച്ചിരുന്നു. അൻവറിനോട് ഇക്കാര്യം അഭ്യർത്ഥിക്കുന്നു. കാരണം തെരഞ്ഞെടുപ്പ് പോരാട്ടം ഒരു വല്ലാത്ത ദിശയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ചും M സ്വരാജിനെ പോലൊരു കരുത്തരായ സ്ഥാനാർത്ഥിയെ CPM രംഗത്തിറക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് തികച്ചും രാഷ്ട്രീയ പോരാട്ടമായി നിലമ്പൂർ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി അൻവറിനെ കൂട്ടിയാൽ മാത്രമേ കൃത്യമായ ഒരു വിജയം എത്തിപ്പിടിക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കണക്കൂട്ടിലാണ് കോൺഗ്രസിനുള്ളത്. അതുകൊണ്ട് അൻവറിനോട് ഒരു അഭ്യർത്ഥനയുടെ രൂപത്തിൽ സംസാരിക്കും. പക്ഷേ അൻവർ ക്യാമ്പിൽ നിന്നും കോൺഗ്രസിന് അനുകൂലമായ കാര്യങ്ങളല്ല വരുന്നത്. കാരണം അസോസിയേറ്റ് അംഗത്വം എന്ന ഏണിപ്പടിയിൽ നിന്നുള്ള യാത്രയിൽ തനിക്ക് താല്പര്യമില്ല എന്ന് അൻവർ നേരത്തെ തന്നെ വ്യക്തമാക്കി കഴിഞ്ഞതാണ്. അതുകൊണ്ട് അതിനപ്പുറം എന്തെങ്കിലും ചർച്ചകൾ അൻവർ ക്യാമ്പിൽ ഉണ്ടാകുമോ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ വീണ്ടും ഒരു ചർച്ച അൻവറുമായി ഫോണിൽ നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അൻവർ നിലപാട് ഈ രാത്രി കൊണ്ട് മയപ്പെടുത്തുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. പതിവ് പോലെ രാവിലെ 9 മണിക്ക് നടത്തുന്ന വാർത്താ സമ്മേളനം UDFിനൊരു ആഘാതമായി മാറുമോ, അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രംഗത്തെ വീണ്ടും ചൂടുപിടിപ്പിക്കുമോ എന്നതൊക്കെ നമുക്ക് കാണേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് അവിടെ PV അൻവർ ഇത്തരത്തിലൊരു സമ്മർദ്ദ തന്ത്രവുമായി എത്തുമ്പോൾ, അതും നിലമ്പൂരിലാണ്, നിലമ്പൂരിലെ മുൻ MLA ആണ്, അദ്ദേഹത്തിന് എത്രത്തോളം സ്വാധീനമുണ്ട് എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ശേഷം മാത്രം അറിയേണ്ടതാണ്, ഒരു മുന്നിൽ നിൽക്കാത്ത സാഹചര്യത്തിൽ. അപ്പോൾ ആ സമ്മർദ്ദ തന്ത്രത്തെയും തൽക്കാലം ഗൗനിക്കേണ്ട എന്നുള്ള ഉറച്ച നിലപാട്, അത് മുസ്ലിം ലീഗിന്റെ ഏറെക്കുറെ പിന്തുണ അൻവറിനുണ്ടായിരുന്നിട്ടും അത് നടപ്പാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ എങ്ങനെയാണ് അത്തരത്തിലേക്കൊരു നിലപാടിലേക്ക് UDF എത്തുന്നത്? രണ്ട് കാര്യങ്ങളുണ്ട് എൽദോ. ഒന്നിത് ഈ തൃണമൂൽ കോൺഗ്രസ് എന്നതിനെ ഘടകകക്ഷിയായി ചേർക്കുമ്പോൾ അത് ഹൈക്കമാൻഡ് തലത്തിലൊക്കെ ചില ആലോചനകളും ചില ഉറപ്പുകളുമൊക്കെ വരേണ്ടതുണ്ട്. അത് കേവലം ഈ കേരളത്തിലെ ഘടകത്തിന് മാത്രം എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമല്ല എന്നാണ് ആവർത്തിച്ച് ഈ UDFിന്റെ നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അതുകൊണ്ട് അതിന് ആ ചർച്ചകൾക്കും മറ്റും അതിൻ്റെതായ സമയമുണ്ട്. ഒരു തോക്കിൻ മുന്നിൽ നിർത്തി മുന്നണിയിലെടുക്കണം എന്നൊരു ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. പക്ഷേ അവർ ഇന്നലെ പറഞ്ഞത് ഈ അൻവറുമായി ഒരു ചർച്ചയ്ക്കും
അത്തരമുള്ള സാഹചര്യം നിലവിലില്ല. ഇനി ചർച്ചകൾ നടത്തുന്നത് പ്രസക്തമല്ല എന്ന് പറഞ്ഞെങ്കിൽ പോലും വീണ്ടും ചർച്ചകൾ നടത്താമെന്ന രീതിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത് തീർച്ചയായും LDFന്റെ സ്ഥാനാർത്ഥി നിർണ്ണയം കഴിഞ്ഞ് ആ പ്രഖ്യാപനം വരിക കൂടി ചെയ്ത സാഹചര്യത്തിലാണ്. അതുകൊണ്ടാണ് ഇന്ന് ഒരിക്കൽ കൂടി സഹകരിക്കണമെന്ന് PV അൻവറിനോട് അഭ്യർത്ഥിക്കും എന്ന് KPCC പ്രസിഡന്റ് പറയുന്നത്. അടൂർ പ്രകാശ് അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഈ സാഹചര്യത്തിന്റെ ഒരു ഗൗരവം കണക്കിലെടുത്ത് പിണറായി സത്തിനെതിരായ പോരാട്ടം എന്ന് അൻവർ പറയുന്നത് CPM-നെ ഈ നിലമ്പൂരിൽ നിന്ന് തോൽപ്പിക്കണമെന്ന അൻവറിന്റെ ആവശ്യം, ഇക്കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ എല്ലാ പക്ഷത്തു നിന്നും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടതുണ്ട്. കോൺഗ്രസ് പരമാവധി വിട്ടുവീഴ്ച ചെയ്യുന്നു. അതായത് അസോസിയേറ്റ് അംഗമായി ഉൾപ്പെടുത്താമെന്ന തീരുമാനം അറിയിക്കുന്നു. നേരത്തെ അൻവർ നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ മാത്രമേ ഇത്തരമൊരു തീരുമാനം പാർട്ടിയിൽ നിന്നും അല്ലെങ്കിൽ മുന്നണിയിൽ നിന്നും ഉണ്ടാവുകയുള്ളൂ എന്നാണ് കോൺഗ്രസ് പറഞ്ഞത്. ഒപ്പം ആര്യാടൻ ഷൌക്കത്തിനെതിരായി പറഞ്ഞ പരാമർശങ്ങളൊക്കെ മാറ്റിപ്പറയുകയും ആര്യാടൻ ഷൌക്കത്തിനെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്താൽ മാത്രമേ ഈ മുന്നണിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തേലും ഒരു ചെറുവിരൽ പോലും അനക്കുകയുള്ളൂ എന്ന് കോൺഗ്രസ് പറഞ്ഞു. പക്ഷേ ആ നിലപാടിൽ നിന്നും കോൺഗ്രസ് പിന്നോട്ട് പോയിരിക്കുന്നു. അവർ അൻവറിനോട് അഭ്യർത്ഥന നടത്താനായി തീരുമാനിച്ചിരിക്കുന്നു. മുന്നണി യോഗം ഒറ്റക്കെട്ടായി അൻവറിനെ അസോസിയേറ്റ് അംഗം ആക്കാം എന്നൊരു തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷേ അതിൽ തൃപ്തരല്ല എന്നാണ് അൻവർ പറയുന്നത്. കാരണം ഈ മാസം 2-ന് കോഴിക്കോട് നടന്ന UDF നേതൃയോഗത്തിൽ അന്ന് PV അൻവറിനെ ഒരു അസോസിയേറ്റ് അംഗമായി UDFൽ എടുക്കാൻ ധാരണയായിരുന്നു. ഇക്കാര്യം അൻവറുമായി സംസാരിക്കാൻ VD സതീശനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. 2 ദിവസത്തിനകം ഇത് സംബന്ധിച്ച പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് അൻവറിനെ അറിയിക്കുകയും ചെയ്തു. പക്ഷേ 2 ദിവസം കഴിഞ്ഞിട്ട് ഏതാണ്ട് ദിവസങ്ങളോളം, അതായത് ഈ മാസം തന്നെ തീരാൻ പോയിട്ടും ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടാവുകയോ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ഒരു ആശയവിനിമയം VD സതീശന്റെ അടക്കം ഭാഗത്തുനിന്ന് ഉണ്ടാവുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അസോസിയേറ്റ് അംഗമാവുകയാണെങ്കിൽ അന്നേ ആക്കേണ്ടതായിരുന്നു. അതൊരു മാസത്തോളം വൈകിപ്പിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യ നിലയിൽ ഈ തീരുമാനമെടുക്കാൻ മാറ്റിവെച്ചിരിക്കുന്നത് എന്തിനായിരുന്നു എന്ന ചോദ്യമാണ്. ഇത്തരമൊരു തീരുമാനമെടുക്കാമായിരുന്നെങ്കിൽ എന്തിന് അവസാന നിമിഷത്തിലേക്ക് മാറ്റിയെന്ന ചോദ്യമാണ് അൻവറിൽ നിന്നും ഉണ്ടാവുന്നത്. പക്ഷെ നമുക്കറിയാം PV അൻവറാണ്, പ്രവചനാതീതനാണ്. ഒരു സമയത്തും കൃത്യമായൊരു നിലപാടിൽ ഒരുപക്ഷെ അദ്ദേഹം ഉറച്ചു നിൽക്കില്ല. ഇന്നിപ്പോൾ രാത്രി ഈ തീരുമാനം അംഗീകരിക്കില്ല എന്ന് പറയുമ്പോഴും നാളെ രാവിലെ 9 മണിക്ക് മാധ്യമങ്ങളെ കാണുമ്പോൾ നിരുപാധികമായ പിന്തുണ UDFന് നൽകുന്നുവെന്ന തീരുമാനമാണോ അദ്ദേഹം പ്രഖ്യാപിക്കുക എന്നത് നമുക്ക് ഉറപ്പില്ല. എന്തായാലും പ്രവചനാതീതമായ ഒരു സാഹചര്യത്തിൽ തുടരുക. ഒരു നിമിഷം, ഇപ്പോൾ അടൂർ പ്രകാശിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് പോയ ശേഷം മടങ്ങിയെത്താം. ഞങ്ങളിത് ഇപ്പോൾ എടുത്ത തീരുമാനമല്ല, ഈ തീരുമാനമൊക്കെ നേരത്തെ എടുത്തതാണ്. അത് അൻവറെ കൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അൻവറെ ബോധ്യപ്പെടുത്തി സമന്വയത്തിന്റെ പാതയിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. നിങ്ങളായിട്ട് ദയവ് ചെയ്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ അൻവറെ തട്ടിക്കൊണ്ട് പോയി ഞങ്ങളുടെ കൂടെ നിൽക്കണം. അതാണ് എനിക്ക് പറയാം. അൻവർ ഷൗക്കത്തിന് പിന്തുണ വന്നു കഴിഞ്ഞാലും അത് തെരഞ്ഞെടുപ്പ് പൊതുവിൽ പൂർണ്ണ പിന്തുണ ലഭിക്കുന്ന പ്രതീക്ഷയുണ്ടോ? അതൊക്കെ ഉണ്ടാവും. അത് അൻവറിന്റെ ഒരു വാക്യമുണ്ട്. ആ വാക്ക് പറഞ്ഞ വാക്കായി. പക്ഷേ ഈ ഷൗക്കത്തിനുള്ള എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ച ഒരാളാണ്. ആ എതിർപ്പ് പരസ്പരം എതിർപ്പില്ലാത്ത ആരാ ഉള്ളത്? പക്ഷേ പിണറായി സത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് അൻവർ പറഞ്ഞ ഒരാളാണ് മത്സരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു അൻവറിന്റെ പൂർണ്ണ സപ്പോർട്ട് ഉണ്ടാകും. അതൊക്കെ UDF അല്ലേ. UDFന്റെ ഞങ്ങളുടെ പ്രവർത്തനം സജ്ജീകരിച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് അവിടെ വെച്ച് കാണും. ഒന്നിച്ച് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുമായിട്ട് ഞങ്ങൾ നിർത്തിയാണ്. അതുകൊണ്ട് ഇപ്പൊ ഇവിടെ UDFനോടൊപ്പം തൃണമൂൽ കോൺഗ്രസ് ഉണ്ടാകണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് അസോസിയേറ്റ് മെമ്പർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ കൂടി സഹകരിപ്പിച്ച് പോകാനുള്ള തീരുമാനം എടുത്തത്. അടൂർ പ്രകാശിന്റെ വാക്കുകളിൽ ഒരു വ്യക്തമാണ് അനീഷ. അതായത് അൻവറിനെ ഞങ്ങളുടെ ഒപ്പം വേണം എന്ന് UDFന് ആഗ്രഹമുണ്ട്. പക്ഷേ അതേസമയത്ത് തന്നെ സ്ഥിരാംഗത്വം നൽകുക എന്നുള്ള ഒരു കാര്യങ്ങളിലേക്കൊന്നും പറ്റില്ല. മാത്രമല്ല PV അൻവർ കൃത്യമായിട്ടുള്ള നിലപാട് തിരുത്തൽ അവിടെ നടത്തുകയും വേണം. അത് അൻവറിനെ ഒപ്പം നിർത്താനുള്ള ശ്രമങ്ങൾ തുടരുമെന്നുള്ള സൂചന കൂടിയല്ലേ? തീർച്ചയായും അൻവറിനെ കൂടെ ചേർക്കാനുള്ള അല്ലെങ്കിൽ കൂടെ നിർത്താനുള്ള ശ്രമങ്ങൾ തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പ്, പ്രത്യേകിച്ചും UDF വൃത്തങ്ങൾ പറയുന്നത്. കാരണം അൻവർ എതിര് നിന്നാൽ അല്ലെങ്കിൽ അൻവർ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി അല്ലെങ്കിൽ തൃണമൂലിന്റെ സ്ഥാനാർത്ഥിയായി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ഒരുപക്ഷെ മത്സരഫലം തന്നെ മറ്റൊന്നായി മാറും എന്നൊരു കണക്കൂട്ടലാണല്ലോ. കാരണം ഈ സർക്കാർ വിരുദ്ധമായി ലഭിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായും ആര്യാടന്റെ പെട്ടിയിലേക്ക് വീഴണം എന്ന ആഗ്രഹമാണ് UDF പ്രകടിപ്പിക്കുന്നത്. അതേസമയം PV അൻവർ മത്സരിച്ചാൽ ഒരുപക്ഷെ സർക്കാർ
വിരുദ്ധമായ വോട്ടുകൾ PV അൻവറിലേക്ക് കേന്ദ്രീകരിക്കുന്നതിനുള്ള ഒരു സാധ്യതയുണ്ട്. ഒപ്പം ഈ ന്യൂനപക്ഷ വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട ചില അതൃപ്തികളൊക്കെ പല കോണിൽ നിന്നും ആര്യാടൻ ഷൗക്കത്തിനെതിരെ ഉണ്ട് എന്ന ഒരു ശക്തമായ വികാരം. അങ്ങനെ വരുമ്പോൾ ആ വോട്ടും ഒരുപക്ഷെ അൻവർ സമാഹരിക്കുമെന്ന ആശങ്കയുണ്ട്. SDP സ്ഥാനാർത്ഥിയെ നിർത്തി അവർ നാളെ നാമനിർദ്ദേശ പത്രിക ലഭിക്കുമെന്ന അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് അത്തരത്തിൽ പലതരത്തിലുള്ള വോട്ടുകൾ ചിഹ്നിച്ചിതറിപ്പോകുന്നത് സർക്കാർ വിരുദ്ധമായി ലഭിക്കാൻ ഇടയുള്ള ആ വോട്ടുകൾ ചിതറിയാൽ അത് ഇടത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി സാഹചര്യങ്ങൾ നീങ്ങും എന്നൊരു വിലയിരുത്തലാണ് UDF ക്യാമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഒരു വിധത്തിലും PV അൻവർ ഈ UDF-നൊപ്പം ഉണ്ടാവാതിരിക്കരുത് എന്ന ഒരു കൃത്യമായ നിലപാടിലേക്ക് UDF നീങ്ങുന്നത്. പക്ഷേ അവർക്ക് ഈ അസോസിയേറ്റ് അംഗത്വത്തിനപ്പുറം ഒരു ഘടകകക്ഷിയായി മുന്നണിയിൽ ചേർക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ വളരെ വിപുലമായ ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. അതിന് ഹൈക്കമാൻഡിന്റെ അനുമതി ലഭിക്കേണ്ടതുണ്ട്. ഒത്തിരി നയപരമായ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് അക്കാര്യം തൽക്കാലം തങ്ങളുടെ പരിധിയിൽ നിൽക്കുന്ന കാര്യമല്ല എന്ന് തന്നെയാണ് അടൂർ പ്രകാശ് പറയുന്നത്. പക്ഷേ UDF-ന് ഈ വിജയം നേടാൻ പിണറായി സത്തെ പൊരുതി തോൽപ്പിക്കാൻ അൻവറിന്റെ സഹായം അനിവാര്യമാണ് എന്ന് എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടായി പറയുകയും ചെയ്യുന്നു. പക്ഷേ രണ്ട് കാര്യം മാത്രം അദ്ദേഹം ചെയ്താൽ മതി. ഒന്ന്, ഈ ഉപാധിരഹിതമായ പിന്തുണ UDF-ന് നൽകുക. മറ്റൊന്ന്, ഈ ആര്യാടൻ ഷൗക്കത്തിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ മാറ്റുക. അതിനും അടൂർ പ്രകാശ് പറയുന്നത് പരസ്പരം പല വ്യക്തികളും തമ്മിൽ പലതും പറയാറില്ലേ, അല്ലെങ്കിൽ പരസ്പരം പോരടിക്കുന്ന ഒക്കെ ഉണ്ടല്ലോ. അതൊക്കെ രാഷ്ട്രീയത്തിൽ ഒരു സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല. ഇന്ന് കാണുന്ന രാഷ്ട്രീയമല്ല നാളെ കാണുക, ഇന്ന് പറഞ്ഞ വാക്കുകളല്ല നാളെ പറയുക. അതുകൊണ്ട് ഇതൊന്നും ഒരു കൂട്ടായ്മയ്ക്ക് തടസ്സമായ കാര്യങ്ങളല്ല എന്നാണ് എല്ലാ UDF നേതാക്കളും ഒറ്റക്കെട്ടായി പറയുന്നത്. എന്തായാലും ഇന്ന് രാത്രി PK കുഞ്ഞാലിക്കുട്ടി അൻവറുമായി ഫോണിൽ സംസാരിക്കുമെന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ UDF നേതൃത്വം പറഞ്ഞതിനപ്പുറം ചില ഒത്തുതീർപ്പ് ചർച്ചകളിലേക്ക് കടക്കും. ഇതിനുശേഷം നാളെ രാവിലെ നമുക്ക് അൻവറിന്റെ വീട്ടിൽ നിന്നും കറുത്ത പുകയോ വെളുത്ത പുകയോ എന്ന ഒരു കൃത്യമായ വിവരം ലഭിക്കുക. എന്തായാലും ഈ നിമിഷം വരെ അൻവർ മനസ്സ് മാറിയിട്ടില്ല. അസോസിയേറ്റ് അംഗമായി മുന്നണിയിൽ ഉൾപ്പെടാൻ താല്പര്യമില്ല എന്ന് തന്നെ അറിയിച്ചിരിക്കുന്നു. മറിച്ചുള്ള തീരുമാനങ്ങൾ എന്തെങ്കിലും ഇന്ന് രാത്രിയിൽ നടക്കുന്ന ചർച്ചകളിൽ ഉണ്ടാവുമോ എന്ന് തന്നെയാണ് നിലമ്പൂരിലെ രാഷ്ട്രീയം, കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. എൽദോ. റൈറ്റ്, MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. CB അനുമോദ് തുടരുന്നുണ്ട്. അനുമോദ്, ഇപ്പോൾ അനീഷ് സൂചിപ്പിച്ചതുപോലെ ഇവിടെ നിർണായകമായിട്ടൊരു രാഷ്ട്രീയ സാഹചര്യമാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വഴി ഉണ്ടാവുന്നത്. ഇപ്പോൾ PV അൻവറിനെ ഒപ്പം ചേർക്കണമെന്ന് UDF കൺവീനർ ആഗ്രഹം പ്രകടിപ്പിക്കുന്നു പരസ്യമായി തന്നെ. പക്ഷെ അപ്പോഴും അൻവർ കൃത്യമായി നിലപാട് തിരുത്തണം, സ്ഥാനാർത്ഥി അംഗീകരിക്കണം, പിന്തുണയ്ക്കണം. മാത്രമല്ല, സ്ഥിരാംഗത്വം എന്നുള്ള ഒരു കടമ്പയൊക്കെ UDF-ന് എളുപ്പത്തിൽ എത്താൻ കഴിയില്ല എന്നുള്ള കൃത്യമായിട്ട് സന്ദേശവും നൽകുന്നു. PV അൻവറിന്റെ ഒരു തീരുമാനം അത് എങ്ങനെ പോകാനാണ് സാധ്യത? കാരണം അത്ര എളുപ്പത്തിൽ പറഞ്ഞു പോവുക പ്രയാസമാണെങ്കിൽ പോലും നാളെ രാവിലെ 9 മണിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തുമ്പോൾ ഞാൻ മത്സരിക്കും എന്നുള്ള നിലപാടിലേക്ക് അൻവർ എത്തുമെന്ന് കരുതാൻ കഴിയുമോ? PV അൻവർ ആദ്യമായി പങ്കുവെക്കുക UDF-ന് പിന്തുണ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള കാര്യങ്ങൾ അൻവർ വിശദീകരിക്കും. പ്രത്യേകിച്ച് ആര്യാടൻ ഷൗക്കത്തിനെതിരെ, സ്ഥാനാർത്ഥിക്കെതിരെ അദ്ദേഹം നടത്തിയ പ്രസ്താവനകളാണ് ഏറ്റവും അധികം UDF-നെ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളെ പ്രകോപിപ്പിച്ചിട്ടുള്ളത്. അത് പിൻവലിച്ച് തിരുത്തണമെന്നാണ് അവർ കൃത്യമായിട്ട് ആവശ്യപ്പെടുന്ന ഒരു കാര്യവും. എന്നാൽ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല എന്ന കാര്യത്തിൽ അൻവറിന്റേതായ വിശദീകരണം നാളെ രാവിലെ നടത്തും. എന്തുകൊണ്ട് UDF സ്ഥാനാർത്ഥിയെ താൻ അംഗീകരിക്കുന്നില്ല, ആര്യാടൻ ഷൗക്കത്തിനെ UDF സ്ഥാനാർത്ഥിയായിട്ട് എന്തുകൊണ്ട് അംഗീകരിക്കുന്നില്ല എന്ന കാര്യത്തിൽ അൻവറിന്റെ അഭിപ്രായം നാളെ വ്യക്തമാക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യോജിച്ചു പോകുന്നതിനുള്ള ആദ്യത്തെ പ്രശ്നം അത് അദ്ദേഹം വിശദീകരിക്കും. അതിനുശേഷം എന്താണ് അടുത്ത നടപടി എന്നുള്ള കാര്യത്തിൽ തീരുമാനവും അദ്ദേഹം പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയുന്നത് ദേശീയ നേതൃത്വം നിലവിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ കാര്യത്തിൽ KC വേണുഗോപാലുമായിട്ട് ചില ചർച്ചകൾ ഡൽഹിയിൽ നടക്കുന്നുണ്ടെന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഒത്തുതീർപ്പുകൾക്കുള്ള സാധ്യതകൾ അത് പരമാവധി പരിശോധിക്കുന്നു എന്ന് അൻവറിന്റെ ഒപ്പമുള്ളവരും കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ളവരൊക്കെ വിശദീകരിക്കുന്നുണ്ട്. പക്ഷെ അൻവർ മുന്നോട്ട് വെക്കുന്ന ഈ ആവശ്യത്തോട്, അതായത് ഘടക കക്ഷിയാക്കുക എന്ന ആവശ്യത്തോട് അംഗീകരിക്കാൻ ഈ ഘട്ടത്തിൽ കഴിയില്ല എന്ന നിലപാട് തന്നെയാണ് നിലവിൽ UDF നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നത്. അത് അൻവറിന്റെ നിലപാടുകൾ ഈ ഒരു ഘട്ടത്തിൽ അതുമായി ചേർന്ന് പോകുന്നതല്ല. അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ അത് നാളെ രാവിലെ അൻവർ പ്രഖ്യാപിക്കും. തുടർന്ന് മത്സരിക്കണോ വേണ്ടയോ എന്ന കാര്യത്തിൽ തന്റെ നിലപാട് അതൊരു പക്ഷേ അൻവർ നേരിട്ട് മത്സരിക്കുമോ, അതോ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസിലെ മറ്റേതെങ്കിലും വ്യക്തികളെ സ്ഥാനാർത്ഥിയാക്കി അൻവർ
പിന്തുണച്ച് പ്രചരണം നടത്തുമോ എന്നുള്ളതൊക്കെ കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും നാളെ രാവിലെ 9 മണിക്ക് ഇക്കാര്യത്തിൽ അൻവറിന്റെ ഒരു നിലപാട് വ്യക്തമാക്കും. നിലപാട് വ്യക്തമാക്കാൻ രാവിലെ 9 മണിക്ക് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തും PV അൻവർ എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാണെങ്കിലും നിർണായകമായിട്ടുള്ള രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിക്കുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. CV അനുമോദും MS അനീഷ് കുമാറുമാണ് വിവരങ്ങൾ നൽകിയത്.